ഹലോ എവ്രിവൺ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട്ണർഷിപ്പിനെ കുറിച്ചാണ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് ബിസിനസ് ഓണർഷിപ്പ് ആണ്. അതായത് രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ കൂടി ചേർന്ന് ഒരു ഒരു അഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി ഒരു ബിസിനസ് ചെയ്യാൻ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പിനെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അതായത് എല്ലാം ഈ അഗ്രിമെന്റ് പ്രകാരമാണ് നമ്മൾ ഈ ഒരു ബിസിനസ് നടന്നു പോകുന്നത്. അപ്പോൾ മിനിമം 2 പേര് വേണം. മാക്സിമം നമുക്ക് ആസ് പെർ ദ റൂൾ മാക്സിമം നമ്പർ ഓഫ് പേഴ്സൺസ് പറയുന്നത് 50 ആണ്. അപ്പോൾ ഈ 2 പേര് കൂടി ചേർന്ന് ബിസിനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2 അതിൽ കൂടുതലോ ആൾക്കാർ ചേർന്ന് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് തീർത്തും കൃത്യമായിട്ടൊരു ഉടമ്പടി വേണം, ഒരു എഗ്രിമെന്റ് വേണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് വേണം ബിസിനസ് ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നീട് പല ഡിസ്പ്യൂട്ട്സിനും കാരണമാകും. അപ്പോൾ ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് നമുക്കൊന്നിൽ വാക്കാൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എഴുതി വെക്കാം. വാക്കാൽ പറഞ്ഞ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിന് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നാളെ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആളുകൾ പറയുമ്പോൾ ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇപ്പോഴും നല്ലത് ഒരു പാർട്ട്ണർഷിപ്പ് ചെയ്യുമ്പോൾ ഒരു എഗ്രിമെന്റ് എഴുതി ഉണ്ടാക്കുക. ഈ എഗ്രിമെന്റ് എന്ന് പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഇതിൽ ഓരോ പാർട്ട്ണറെ കൃത്യമായിട്ടുള്ള അവരുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, അതുപോലെ തന്നെ അവരുടെ ലയബിലിറ്റീസ് എല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ ആ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാം, ഈ അഗ്രിമെന്റ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പാർട്ട്ണർഷിപ്പിൽ നേരത്തെ പറഞ്ഞു 2 അതിൽ കൂടുതൽ ആൾക്കാർ ചേർന്ന് ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണ്. ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. ആ ബിസിനസ്സിൽ നിന്ന് വരുന്ന ലാഭമായാലും നഷ്ടമായാലും ഷെയർ ചെയ്യാമെന്ന ഒരു ഉറപ്പിന്മേൽ സ്റ്റാർട്ടാക്കുന്ന ഒരു ഫോം ഓഫ് ബിസിനസ് ആണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ കളക്റ്റീവ്ലി ചേർന്ന് പറയുന്ന പേരാണ് ഫേം. ഇവർ ഓരോരുത്തരെയും നമ്മൾ പറയുന്ന പേരാണ് പാർട്ട്നേഴ്സ്. ലൈക്ക് XYZ ഇവരെല്ലാവരും പാർട്ട്നേഴ്സ് ആണ്. ഇതിനെ കളക്റ്റീവായിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഈ ബിസിനസ് എന്ന് പറയുന്ന പേരാണ് ഫേം. ഇനി XYZ ഫർണിച്ചർ, അതാണ് ആ ഫേമിന്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം പറഞ്ഞു 2 അതിൽ കൂടുതലോ ആൾക്കാർ വേണം, അവർ തമ്മിലൊരു എഗ്രിമെന്റ് വേണം. ആൻഡ് ഈ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഷെയർ ചെയ്യാനായിരിക്കണം. ലെജിറ്റിമേറ്റ് ബിസിനസ് ആയിരിക്കണം. നിങ്ങൾ കൂടി സ്മഗ്ലിങ്ങിനോ അല്ലെങ്കിൽ ഇല്ലീഗൽ ബിസിനസ്സിനോ ഇത് നടത്താനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഒരു മൈനറെ നമുക്ക് പാർട്ട്ണർ ആഡ് ചെയ്യാൻ പറ്റുമോ? മൈനർക്ക് ആസ് പെർ ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് മൈനർക്ക് പാർട്ട്ണർ ആവാൻ പറ്റില്ല. ബട്ട് വേണമെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും കൺസെന്റ് ഉണ്ടെങ്കിൽ ഒരു മൈനറെ നമുക്ക് പാർട്ട്ണറാക്കി എടുക്കാം. ബട്ട് മൈനർക്ക് വേറെ ലയബിലിറ്റി ഒന്നും ഉണ്ടാവില്ല. പാർട്ട്ണർഷിപ്പിന്റെ ബെനിഫിറ്റ്സ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഷെയറിൽ മൈനർ നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇറ്റ്സ് എ ഫോം ഓഫ് ബിസിനസ് ഓണർഷിപ്പ്. മിനിമം 2 പാർട്ട്നേഴ്സ് വേണം, മാക്സിമം 50 ആൾക്കാരാണ് പറ്റത്തുള്ളൂ. ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായിരിക്കും ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ആൻഡ് ഒരു എഗ്രിമെന്റ് വേണം. ഈ എഗ്രിമെന്റ് നമുക്ക് വാക്കാൽ പറയാം, അല്ലെങ്കിൽ എഴുതി വെക്കാം. എഴുതി വെക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്.